ഒരു ഐഡിയയും ഇല്ല. അതല്ല പ്രശ്നം. പലരുടെയും വിഷയം എന്താണ്? ഒരു ഐഡിയയും ഇല്ല. അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പം എങ്ങനെ ജീവിക്കും, എന്താണ് എൻ്റെ കരിയർ, എന്താണ് ഞാൻ പഠിക്കേണ്ടത്, എങ്ങനെയാണ് എൻ്റെ മുന്നോട്ടുള്ള പോക്ക്, എന്താണൊരു വരുമാനത്തിന് മാർഗം, ഒരു ഐഡിയയും ഇല്ല. ഈ ഐഡിയ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങളത്, എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്, നിങ്ങൾ വിഷയം സീരിയസ് ആയിട്ട്, ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കാത്ത കൊണ്ടാണ്. നിങ്ങളൊരു പ്രാർത്ഥന പോലെ ഇതൊരു പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ആ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഞാൻ 33 പ്രാവശ്യം ചൊല്ലി, ആര് പറഞ്ഞു ചെല്ലാൻ 33 പ്രാവശ്യം ചൊല്ലി മാതാവിന് ബോധം കെടുത്താൽ ഞാൻ പറഞ്ഞാൽ ഇവിടെ നിങ്ങളോട്, നിങ്ങൾ വേറെ ഒരു എന്ത് കിട്ടിയാലും പ്രാർത്ഥിക്കുക, കുത്തിയിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അതല്ല സംഭവം. ഉടമ്പടി ചെയ്യണ പ്രാർത്ഥനയാണ്. മര്യാദക്ക് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ചെയ്യാൻ നോക്കണം. ഇത് 20% അതിനകത്ത് പ്രാർത്ഥനയേ ഉള്ളൂ. പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഉണ്ട്, അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഉടമ്പടി പ്രാർത്ഥന. ബാക്കി 80% ചെയ്യണതാണ്. നിങ്ങൾ ചെയ്ത് നോക്ക്. കഴിഞ്ഞ ദിവസം ജോൺസൺ പറഞ്ഞ ഒരു ചേട്ടൻ സാക്ഷ്യം പറഞ്ഞില്ലേ, അയാളെന്താ പ്രശ്നം? കൊറോണ വന്ന് അയാളുടെ ബിസിനസ് എല്ലാം തകർന്നു. നല്ലവണ്ണം റെസ്റ്റോറൻറ്റ് നടത്തിയിരുന്ന ആളാണ്. കൊറോണ വന്നതോടുകൂടി പ്രസിഡൻറ്റുകാരാണല്ലോ ഏറ്റവും കൂടുതൽ പണി മേടിച്ചിരിക്കണത്. ഹൗസ് ബോട്ടും എല്ലാവരും പണി മേടിച്ച്, എല്ലാവരും തുല്യ ദുഃഖിതരാണ് എല്ലാവരും. പക്ഷേ ചില ആൾക്കാർക്ക് ഇനിയും പൊങ്ങി വരാൻ. ഞാൻ മുമ്പൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് മാവേലിക്കാൻ അത്യാവശ്യമായിട്ട് കാര്യം പോകേണ്ടതുണ്ട്. പോയി വരുമ്പോൾ ഒരു ചായ കടിക്കാൻ നോക്കിയിട്ട് മാന്യമായൊരു കൊട്ടൽ കാണാനില്ല. എന്താ കാര്യം? തീർന്ന് ഇതൊക്കെ ഇടക്ക് പൂട്ടിപ്പോയി. പണ്ടൊക്കെ കൊല്ലത്ത് ചെല്ലുമ്പോഴൊക്കെ എന്തുമാത്രം ഹോട്ടൽ വഴിനീളെ മുട്ടിന് വഴിനീളെ ഹോട്ടലുണ്ടാകുന്ന സ്ഥലമാണ്. ആലപ്പുഴ ശരിക്കും ഉണ്ടാകണതാണ്. ഇതൊന്നും വർക്ക് ചെയ്യണില്ല. ഇപ്പം തീർന്ന് എല്ലാവരും പൂട്ടിപ്പോയി. കൊറോണ നിസ്സാരമായിട്ടുള്ള മനുഷ്യനെ ബാധിച്ചിരിക്കണത്. അപ്പം അതുപോലെ ഈ മനുഷ്യൻ ജോൺസൺ ഇരുന്നുകൊണ്ട് പറയും, എൻ്റെ റെസ്റ്റോറൻ്റ് എല്ലാം പൊട്ടി, 4 എണ്ണം ഉണ്ടായി, 4ഉം പൊട്ടി. ഇനി എങ്ങനെ ജീവിക്കും? 2 കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ എങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി രാത്രി കിടന്നുറങ്ങുമ്പോൾ, ഇറങ്ങാൻ പോവുകയുണ്ട് രാത്രി 9 മണിയാകുമ്പോൾ. ഇപ്പോൾ ചെന്നൈയിലാണ്, മലയാളിയാണ്, ചെന്നൈയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതേ മൊബൈലിൽ പെട്ടെന്ന് ഒരു സാക്ഷ്യം കണ്ട്. അപ്പോൾ സാക്ഷ്യം പുള്ളി അത് വായിച്ചപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട്. എന്നാൽ പിന്നെ ആ ലിങ്കിൽ 1-2 സാക്ഷ്യം കൂടി പുള്ളി കണ്ട്. അതും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം എന്താ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പല സാക്ഷ്യങ്ങളെക്കാൾ വ്യത്യസ്തമാണ് ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ. ഈ മേജർ ഡ്യൂട്ടി ആയത് കാരണം പിന്നെ പേഴ്സൺ ഉണ്ടാവും, പേഴ്സൺ സാന്നിധ്യം ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ പാക്കേജിൻ്റെ ഭാഗമാണ്. മറ്റു പ്രാർത്ഥനകളുമായിട്ട് ഉറപ്പാണിതിന്. മറ്റു പ്രാർത്ഥനകളൊക്കെ ഉപരി സാധാരണ പ്രാർത്ഥനകളും ഉടമ്പടി ഉറപ്പാണ്. ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഉദാഹരണത്തിന് എന്താ പറയുക, ശ്രദ്ധിക്കാം മക്കളെ. 1 യോഹന്നാൻ 5 വായിച്ച്, 1 യോഹന്നാൻ 5:54 വായിച്ച്. ശ്രുതികടെ ഹല്ലേലൂയ 5:14. 1 യോഹന്നാൻ 5:14 വായിച്ച്. ശ്രുതികടെ ഹല്ലേലൂയ. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ, അവന്റെ ഇഷ്ടത്തിന് ഒന്ന് പറഞ്ഞ, അവന്റെ ഇഷ്ടത്തിന് 1 യോഹന്നാൻ 5:14 കേട്ടോ, ഒന്ന് വായിച്ചോളൂ. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ആ ഉറപ്പ് ഇതിന് മാത്രമേ ഉള്ളൂ. ബൈബിൾ ആകപ്പാടെ ഉറപ്പ് എഴുതിയിരിക്കുന്ന 2 വചനത്തിലേ ഉള്ളൂ. അതിലൊന്നിതാണ് 1 യോഹന്നാൻ 5:14. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ, വായിച്ചോളൂ. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് അവനിലുള്ള നമ്മുടെ ഉറപ്പ്. അതെന്തിനെക്കുറിച്ച് പറയണതാണ്? ഉടമ്പടിയെക്കുറിച്ച് പറയണതാണ്. എന്താ കാര്യം? അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായാണ് ഉടമ്പടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട്. ഉടമ്പടിയല്ല, വേറെ ഒരു പ്രാർത്ഥനയ്ക്കും അത്ര ഉറപ്പില്ല. ഉടമ്പടി ഉറപ്പുള്ളതാണെന്ന് പറയണത് യോഹന്നാൻ മാത്രമാണ്. കാരണം അത് മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? ഒന്ന് പറഞ്ഞ 1 യോഹന്നാൻ 5:14 വായിച്ചേ. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി ഏറ്റു പറഞ്ഞേ. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി. ആൾക്കാർ പറഞ്ഞു കേൾപ്പിച്ച് വായിച്ചു.
അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അപ്പൊ അവന്റെ ഇഷ്ടത്തിനനുസൃതമായി ചോദിക്കുന്ന ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണ്? ഉടമ്പടിയാണ്. ബാക്കി ഒരു പ്രാർത്ഥന അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോദിക്കണം. അവൻ്റെ ഇഷ്ടം എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യണതല്ലേ. അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാമെന്ന് പറയുന്ന മറ്റു പ്രാർത്ഥനകത്ത് പറയുന്നുണ്ടോ? ഇല്ല. അവൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തോളാം എന്ന് പറയുന്നത് ഉടമ്പടി മാത്രമാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായിട്ടാണ് നമ്മൾ അവനോട് ചോദിക്കുന്നത്. അവൻ്റെ ഇഷ്ടം എല്ലാം വരണ വാഗ്ദാനത്തിലല്ലേ? വാഗ്ദാനങ്ങളല്ലേ അവൻ്റെ ഇഷ്ടം. നമുക്ക് ഇന്ന കാര്യങ്ങൾ തരണമെന്ന് അവൻ പറയുന്നുണ്ടല്ലോ, അത് അവൻ്റെ ഇഷ്ടമല്ലേ? എന്താണ്? നിങ്ങൾ വീട് വെക്കും, ഐസയ 65:21, നിങ്ങൾ വീട് വെക്കും, അതിൽ താമസിക്കും. നിങ്ങൾ മുന്തിരിത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കും, അതിൻ്റെ ഫലം അനുഭവിക്കും. അതായത് തോട്ടങ്ങൾ വാങ്ങിച്ചാലും ജോലി കിട്ടിയാലും എല്ലാം ഫലം അനുഭവിക്കുന്ന എന്ത് വിഷയമാണ്, ശമ്പളം കിട്ടുന്ന എന്ത് വിഷയമായാലും അതെല്ലാം അവൻ്റെ ഇഷ്ടമാണ്. അവൻ്റെ ഇഷ്ടം വാഗ്ദാനത്തിലൂടെയാണ് വരുന്നുണ്ടെങ്കിൽ ആ വാഗ്ദാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രാർത്ഥന ഉടമ്പടിയാണെങ്കിൽ ഉടമ്പടിയാണ് അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവൻ പറഞ്ഞ പോലെ ചെയ്യണം. നമ്മൾ 2 ദിനവൃത്താന്തത്തിൽ വായിച്ച വചനമില്ലേ? 2 ദിനവൃത്താന്തം നമ്മൾ 23 വായിച്ചില്ലേ? 23:7 എന്താ കാര്യം? അതായത് കർത്താവ് പറഞ്ഞതെല്ലാം, കർത്താവ് പറഞ്ഞതാണ് അവൻ്റെ ഇഷ്ടമെന്ന് പറയണത്. കർത്താവ് പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കണ്ടു. അപ്പോൾ അത് കർത്താവിൻ്റെ ഇഷ്ടമില്ലേ? അപ്പം ഞാൻ രോഗികളെ നമ്മൾ പോയി കാണുന്നു, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമാണ്. ഈശോ പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അതായത് നമുക്ക് വസ്ത്രമില്ലാത്തവർക്ക് നമ്മൾ വസ്ത്രം കൊടുക്കണം. അത് അവൻ്റെ ഇഷ്ടമല്ലേ? അവൻ്റെ ഇഷ്ടമല്ലേ? കർത്താവ് പറഞ്ഞതാണ്. ലോകം മുഴുവനും പോകുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അത് കർത്താവിൻ്റെ ഇഷ്ടമല്ലേ? അതനുസരിച്ചല്ലേ നമ്മൾ വാങ്ങിച്ചിട്ട് ബൈബിൾ വാങ്ങിച്ചു കൊടുക്കുന്നതും കർത്താവിൻ്റെ കൃപാസനം പത്രം കൊടുക്കുന്നതും അതുപോലെ യൂട്യൂബ് ഷെയർ ചെയ്യണതും അവൻ്റെ ഇഷ്ടമാണ്. അവൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായിട്ടാണ് നമ്മൾ ചെയ്യണ ഓരോ കാര്യങ്ങൾ. എന്തെങ്കിലും ചെയ്താലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെയ്യണ ഓരോ കാര്യങ്ങളും എന്താണ്? അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ചെയ്യുവനെന്ന് പറയണത് അവൻ്റെ ഇഷ്ടപ്രകാരമാണ്. അവൻ്റെ ഇഷ്ടപ്രകാരം പറഞ്ഞ് ചെയ്യിക്കുന്നതാണ് നമ്മളുടെ ഒരു മെറിട്ടെന്ന് പറയേണ്ടത്. അതുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ ചെയ്യുന്ന പ്രാർത്ഥന ഉടമ്പടി. ആ ഉടമ്പടിയിലൂടെ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളായി മാറുന്നു. സാക്ഷികളാകുമ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ദൈവത്തിൻ്റെ റിലേഷൻ, സാക്ഷിയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. സാക്ഷി എന്ന് പറഞ്ഞത് ആരാണ്? ശിഷ്യം മൂക്കുമ്പോഴാണ് സാക്ഷികളാകണത്. അല്ലാതെ വെറുതെ ഈ കോടതി കാണുന്ന സാക്ഷികളല്ലേ. കർത്താവിൻ്റെ ശിഷ്യന്മാർ മൂക്കും. അവരെ കർത്താവിൻ്റെ വചനങ്ങളെല്ലാം കേട്ട് അത് ഈശോ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു വരുമ്പോഴാണ് പിന്നീട് അവസാനമാണ് ഈശോ പറയണത്, നിങ്ങളാണല്ലോ ഇവയ്ക്ക് സാക്ഷികൾ. ആരുടെ സാക്ഷികളാണ്? കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിന് ഉയർത്തുന്നതിന് പിന്നെയും സാക്ഷികളാണ്. ആ സാക്ഷ്യത്തിലേക്ക്, ആ ദൈവിക ക്രിസ്തു രഹസ്യത്തെ കൈമാറാനുള്ള വിശ്വാസവും വിശ്വസ്തതയും കർത്താവിൻ്റെ കൂടെയുള്ള ആ നടപ്പും നിലപാടുകളും എല്ലാം കൂടി ഉണ്ടാക്കുന്ന ഒരു ബെറിത്ത് റിലേഷൻ, അതാണ് ഉടമ്പടി. അതുകൊണ്ട് തന്നെ ഇത് പക്ക ആയിട്ട് നമുക്ക് ഇതിനെ റിലേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതാണ് ഉറപ്പെന്ന് പറഞ്ഞത്. യോഹന്നാൻ എന്താ പറയണത്? അതാണ് നമ്മുടെ ഉറപ്പെന്ന്. ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടായാൽ മതി. ഉറപ്പുണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതനുസരിച്ച് തന്നെ ഉടമ്പടിയെ സമീപിക്കും. അത് ചെല്ലുന്നതിനേക്കാൾ ചെയ്ത് നിങ്ങൾ ബലം പ്രാപിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, എന്നെ അങ്ങയുടെ സാക്ഷിയായി ഉയർത്തണമേ. അങ്ങയെ അറിയാത്തവരെ അറിയിക്കുവാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാൻ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്നെ ഒരു ശിഷ്യയായി ഉയർത്തണമേ. എന്റെ ജീവിതത്തിനും കുടുംബത്തിനും നെഗേബിലെ നീർച്ചാലുകളെ പോലെ സങ്കീർത്തനം 126:4 പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഐശ്വര്യത്തെ പുനഃസ്ഥാപിക്കണമേ. ഞങ്ങളുടെ ഐശ്വര്യത്തെ പുനഃസ്ഥാപിക്കണമേ. ശ്രദ്ധിക്കട്ടെ. നമ്മൾ ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേലുള്ള സമർപ്പണ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ഓരോ കാര്യം കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുമ്പോൾ ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നിങ്ങൾ പറയണം, കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ എന്ന് പറഞ്ഞേ. കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. വീണ്ടും പറഞ്ഞേ. കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. ഓൺലൈനിരിക്കുന്ന എല്ലാവരെയും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ അവരെല്ലാം സമർപ്പിക്കുന്ന ഈശോയെ. ഇപ്പോഴ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, ലക്ഷക്കണക്കിന് മക്കളെ, അവരുടെ കുടുംബങ്ങളെ ഉടമ്പടി ചെയ്തു പോയി കർത്താവെ, പ്രത്യേകമായ കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ, അവിടെ സങ്കടങ്ങളെയും ചൂകങ്ങളെയും കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. കർത്താവെ ഹൃദയവേദനയുള്ളവരെ, വാൽവ് ചുരുങ്ങിപ്പോയവര്, ഹൃദയത്തിന് ഊട്ടമുള്ള കുഞ്ഞുങ്ങൾ, ഹൃദയം ചുരുങ്ങിപ്പോകുന്നവർ, വലിപ്പമില്ലാത്തവർ, എല്ലാ മക്കളെയും അങ്ങേക്ക് സൗഖ്യത്തിനായി സമർപ്പിക്കുന്നു. കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. കർത്താവ് കരള് ചുരുക്കം പ്രാപിച്ചവര്, കർത്താവ് വെൽറൂവിന് കൂടിപ്പോയവര്, കർത്താവ് കരളിൽ ലീക്കേജ് ഉള്ളവർ, അതിറ്റിട്ട് വയറ്റിലേക്ക് വെള്ളം വീണ് വയറ് വീർത്തിട്ട് വേദനിക്കുന്ന, ശ്വാസം മുട്ടുന്ന എല്ലാ രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. കർത്താവെ കിഡ്നി വീക്കക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് കിഡ്നി ഷ്രിങ്ക് ചെയ്യുന്നവരെയും ചുരുങ്ങിപ്പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് കിഡ്നികൾ, കർത്താവ് അതിൻ്റെ പുറമേയുള്ള സ്ഥലങ്ങൾ കർത്താവ് പൊളിഞ്ഞു പോകുന്നവർ സമർപ്പിക്കുന്ന ഈശോയെ. കിഡ്നിക്ക് സിസ്റ്റുള്ളവർ സംബന്ധിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് കിഡ്നിയിൽ മുഴയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കിഡ്നിയിൽ കല്ലുള്ളവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. തളരല്ലേ നെഞ്ചകം നീറിടല്ലേ, ഒരുമിച്ച് പാടുക. നിന്നെ കാണാം, നിന്നെ കേൾക്കാം, നാഥനുണ്ടിവിടെ. കൈകൾ വീശിക്കൊണ്ട് കരയല്ലേ, തളരല്ലേ, നെഞ്ചകം നീറിടല്ലേ, നിന്നെ കാണാം, നിന്നെ കേൾക്കാം, നാഥനുണ്ടിവിടെ. ആരാധിച്ചിടാം. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ.
ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇപ്പം ഞാൻ ജോൺസൻ്റെ കാര്യം പറഞ്ഞില്ലേ. ഇപ്പം ജോൺസൺ എന്താ ചെയ്തത്? എല്ലാം മുടങ്ങിപ്പോയപ്പോഴേ അദ്ദേഹം ആ സാക്ഷ്യം കേട്ടപ്പോൾ ഒരു ഉടമ്പടി ചെയ്ത്, ഓൺലൈൻ ഉടമ്പടി ചെയ്ത്, ഓൺലൈൻ ഉടമ്പടിയുടെ ഒരാഴ്ചക്കുള്ളിലാണ് അദ്ദേഹം ചിന്തിക്കപ്പോലും ചെയ്യാത്ത രീതിയിൽ അദ്ദേഹം കാനഡയിലേക്ക് പോയത്. ഒരാഴ്ച കൊണ്ട്. അത്ര സ്പീഡാണ് ഈ സംഭവം കാര്യം. പക്ഷേ എന്നിട്ട് പുള്ളി പറയവേ എനിക്ക് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റും, പക്ഷേ എന്നാലും എനിക്ക് അരമണിക്കൂറൊക്കെ ബൈബിൾ വായിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അരമണിക്കൂറൊക്കെ ഒരു ദിവസം ഉടമ്പടി, ഓൺലൈൻ ഉടമ്പടി പ്രകാരമേ എനിക്ക് അരമണിക്കൂറൊക്കെ ഒരു ദിവസം ബൈബിൾ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊക്കെ ദൈവമേ, ഇവിടെ കെട്ടുകണക്കിന് ഉടമ്പടി എടുത്ത് നടക്കുന്ന ആൾക്കാർ അരമണിക്കൂർ 5 മിനിറ്റ് പോലും വായിക്കാത്ത കക്ഷികളുണ്ട്. ബൈബിള് കണ്ണു പിടിക്കണില്ല, കൊച്ചിനെ കൊണ്ട് വായിപ്പിക്കുന്നു, കണ്ണട എടുക്കടി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഉടായ്പം പറഞ്ഞ് കാലം കഴിക്കണം എന്തുമാത്രം ആൾക്കാരുണ്ട്. ആ മനുഷ്യൻ കാണിക്കുന്ന തീഷ്ണത, എനിക്ക് അരമണിക്കൂർ രാത്രിയാണെങ്കിലും ബൈബിൾ വായിക്കാൻ അത്രയും ചെയ്യാൻ ഒത്തല്ലോ. നമ്മുടെ കയ്യിൽ നിന്നൊരു വിശ്വസ്തത വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ വയസ്സെല്ലാം കഴിഞ്ഞു പോയതാണ്, എനിക്ക് വിസ കിട്ടത്തില്ല. എൻ്റെ വൈഫിനാണെങ്കിൽ 1 വയസ്സ് കൂടിയേ ഉള്ളൂ ഇനി പഠിക്കാൻ പോകാനുള്ള യോഗ്യത. എന്നിട്ടും കർത്താവ് എനിക്ക് അവിടെ ജോലി തന്നത്. കൈ അടിച്ച് കർത്താവിനെ കരയല്ലേ കരയല്ലേ തളരല്ലേ നെഞ്ചകം നീരിടല്ലേ നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ ആദരവുണ്ടിവിടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ശ്വാസകോശ രോഗികളെ കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. യാതൊരു നിബന്ധനയുമില്ലാതെയാണ്, വാങ്ങാതെയാണ്, ചോദിക്കാതെയാണ് ഈശോയെ ദൈവം നമുക്ക് തന്നത്. ദാറ്റ് ഇസ് ദ ഫണ്ടമെൻ്റൽ ഗുഡ് ന്യൂസ്. ഞാനത് വായിച്ചപ്പോൾ കരഞ്ഞുപോയി. വെളുപ്പിനിരുന്നാണ് ഈശോ ഈ സന്ദേശം എല്ലാം പറയണത്. ഒരു നിബന്ധനയില്ലാതെ ലോകത്തിന് കിട്ടിയ ഒരേ ഒരാൾ ഞാൻ മാത്രമാണെന്ന്. ബാക്കി എല്ലാ ഉടമ്പടിക്കും നിബന്ധനയുണ്ടെന്ന് പറഞ്ഞ് ഒരു നിബന്ധനയും മേടിക്കാതെയാണ് കർത്താവ് തന്നെങ്കിൽ, കർത്താവ് സൗജന്യ ദാനമായിട്ടാണ് നമുക്ക് തേറ്റു തന്നെങ്കിൽ, എൻ്റെ ദൈവവേദലെ നിന്നെ കർത്താവ് തൻ്റെ ജീവനോളം വരെയെ കാണുന്നുണ്ടെങ്കിൽ നീ തകരാനും തളരാനും ആഗ്രഹിക്കാത്ത ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ നിൽക്കണത്. കൈ ഇടിച്ച് കർത്താവിനെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, എല്ലാ ശ്വാസകോശ രോഗികളെയും ദിവ്യകാരുണ്യമേ, ആത്മാവിന്റെ ശരീരത്തിന് വൈദ്യവുമായ ദൈവമേ, അങ്ങയുടെ തിരുമുറമാർന്ന വലത് കരുത്താൻ, തിരുമുറമാർന്ന വലത് കരുത്താൻ എല്ലാ ഉദര രോഗികളെയും സ്പർശിക്കണമേ. കുടൽ രോഗികളെ, അൾസർ രോഗികളെ, അൾസസ് രോഗികളെ, രോഗികളെ, ശ്വാസകോശ രോഗികളെ, രോഗികളെ, പാൻക്രിയാസ് രോഗികളെ, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, മാരക രോഗികളെ, വേദികളെ, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ആദരവുണ്ടിവിടെ
മക്കളെ കണ്ണ് കാഴ്ചക്കുറവാണെന്നും പറഞ്ഞ് ഇന്ന് കുറേ ചെറുപ്പക്കാർ ഇവിടെ വരുന്നുണ്ട് ഈ ആഴ്ചയിൽ വന്നാൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടത് എന്തുകൊണ്ട് ചെറുപ്പക്കാർക്ക് ഇങ്ങനെ കണ്ണിന് കാഴ്ചക്കുറവാണെന്ന് അറിയത്തില്ല. പണ്ട് മുതിർന്നവരങ്ങനെ വന്നുകൊണ്ടിരുന്നത്. എനിവേ, നിങ്ങളുടെ കണ്ണുകൾ കാഴ്ചക്കുറവുള്ളവർ മാത്രം കണ്ണിൽ കൈതൊട്ട് പ്രാർത്ഥിക്കണം. അത് കർത്താവിൻ്റെ തിരുമുറിവാർന്ന് വലതുകരമാണെന്ന് ഓർത്തിട്ട് കർത്താവിൻ്റെ ഒരു എക്സ്റ്റൻഷനെ പോലെയാണ് നിൽക്കേണ്ടത്. വിശ്വാസത്തിലെ നിൻ്റെ കൈകളെ കർത്താവിൻ്റെ കൈകളെ മാറുന്നു. നിൻ്റെ ഉദരത്തിലാണ് നിൻ്റെ ഈ ദിവസങ്ങളിൽ കുറേ അധികം രോഗികൾ വന്നത്, ചെറുപ്പക്കാരികൾ വന്നു. അതെനിക്ക് ഭയങ്കര വിഷമം തോന്നി. അവർക്ക് നടുവെല്ലിൻ്റെ ഈ ഡിസ്ക് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നു. ചുമ്മാ എഴുന്നേറ്റപ്പോൾ ഇന്നലെ എന്നെ ഒരു മൊബൈൽ കാണിച്ച് ചുമ്മാ ഒന്ന് എഴുന്നേറ്റപ്പോൾ ഇടറിപ്പോയതാണ്. പിന്നെ വീൽചെയറിൽ നിന്ന് 3 കൊല്ലമായിട്ട് പൊങ്ങിയിട്ടില്ല. അതായത് അത്രയും വിഷമമായപ്പോഴും എടുക്കുന്ന അനുഭവം. അവരെയൊക്കെ നിങ്ങൾ ഓർക്കണം. ഇപ്പോൾ പ്രാർത്ഥനയിൽ അവരിവിടുന്ന് പ്രാർത്ഥിച്ച് പോയിരിക്കുക. ഇവിടുന്ന് പ്രാർത്ഥിച്ച് പോയ എല്ലാവരും, ഇപ്പോൾ പ്രാർത്ഥിക്കുക വന്നവരും, ഇപ്പോൾ പ്രാർത്ഥനയിൽ ഓൺലൈനിൽ ഉള്ളവരും അവരെല്ലാം ഓർക്കുക. കർത്താവേ, എല്ലാ നടുവേദനക്കാരെയും ഡിസ്ക് തെന്നിപ്പോയവരെയും കർത്താവേ, കശേരികള് സ്ഥാനം തെറ്റിപ്പോയവരെയും കർത്താവേ, മുട്ടിന്റെ കപ്പിള് ഉരഞ്ഞു പോയവരെയും അസ്ഥി ഉരഞ്ഞു പോയവരെയും നടക്കാൻ പറ്റാത്തവരെയും ശരീരത്തിൽ നീതി കിട്ടുന്നവരെയും യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ ഈ നിമിഷം മാതാവേ അത്ഭുതം വഹിക്കുന്ന ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്വരത്തിൽ പാടുക. പരിശുദ്ധ പരമദിനകാരണത്തിന് മക്കളെ, വിസർപ്പ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. വിസർപ്പ രോഗികളെന്ന് അറിയാവോ? അതായത് കുഞ്ഞുങ്ങൾക്ക് തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ ഈ രോഗം വരുന്നുണ്ട്. വിസർപ്പ രോഗം എന്ന് പറഞ്ഞാൽ സോറിയാസിസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുതുകിനൊക്കെ ഇങ്ങനെ ശരീരത്തിൽ ബ്രസ്റ്റിലും വയറിലും ഒക്കെ ഇങ്ങനെ ചുവന്ന് തുടുത്ത് അരിപ്പ പോലെയൊക്കെ ഇരിക്കും. എപ്പോഴും മാന്തി കാലിൻ്റെ കളറൊക്കെ മാറിയിരിക്കും. ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഇതുപോലെ സോറിയാസ് കയറി വ്രണമായിപ്പോയി. ആ വ്രണമായി പോയ മോള്, അവൾക്ക് 10-20 വയസ്സുണ്ടെന്ന് തോന്നുന്നത്. ആ മകളെ കണ്ടപ്പോഴേ അവൾക്ക് ഒരു 20 വയസ്സേ ഉള്ളൂ. ശരീരം മുഴുവൻ ഇങ്ങനെ വ്രണമായി ഇരിക്കുക. അനങ്ങാനും പാടില്ല, മരിക്കാൻ പേടിയാകൊണ്ട് ജീവിച്ചിരിക്കണ പോലെ അഴുത്തിരിക്കുകയാണ് ശരീരം. അപ്പോഴെൻ്റെ മനസ്സിൽ ഈശോ പറഞ്ഞ് അവളെ തൊടാൻ പറഞ്ഞ്. ഞാൻ ഉടനെ അവളെ തൊട്ട് ആ വ്രണത്തെ 2 കൈ കൊണ്ടും കയറി പിടിച്ചിട്ട് ഞാൻ ഇത്ര പറഞ്ഞു, ഒരു ഒറ്റ വിശ്വാസപ്രമാണം ചൊല്ലി പറഞ്ഞു, മോളെ സാക്ഷ്യം പറഞ്ഞോളാൻ പറഞ്ഞു. അതിപ്പോൾ ഇന്നലെ വന്ന് സാക്ഷ്യം പറഞ്ഞു. ആ ഒറ്റ ദിവസം കൊണ്ട് ആ ശരീരത്തിൻ്റെ വ്രണം മൊത്തം കരിഞ്ഞു പോയി. ശ്രദ്ധിക്കുക, നിങ്ങൾ കൈയടിക്കുന്നേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഞാനത് ആ കാലെ വെച്ച് പ്രാർത്ഥിച്ചു വന്നോളൂ അല്ല പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ പ്രശ്നം ക്രിസ്തുവാണ്. ക്രിസ്തു ഇവിടെ ജീവിച്ചിരിക്കുന്നു. നിന്റെ എന്ത് വേദനയും നിന്റെ എന്ത് രോഗവും നമ്മുടെ ഭാരങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. നമ്മുടെ മുറിവുകൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. സത്തുക്കൾ ഉഴുന്നത് അവന്റെ മുതുകിലാണ്, അവന്റെ മുറിവിലാണ് നമ്മുടെ സൗഖ്യം. യേശു ക്രിസ്തുവേ, നീ ജയിക്കട്ടെ. ശ്രുതിക്കട്ടെ.
എപ്പോഴും പറയാറുണ്ട്, ഈശോ ഈ ആൾക്കാരെ, ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാപിതാക്കൾ വരുമ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്താ പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിൽ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അവർ സുഖപ്പെടണം. കാര്യം പേടിയെന്ന് വെച്ചാൽ ഈ മാതാപിതാക്കന്മാരെ ഉള്ളിടത്തോളം കാലമല്ലേ ആ കുഞ്ഞിനെ ആരെങ്കിലും ഉള്ളൂ. അത് കഴിഞ്ഞ് ആര് നോക്കാനാണ്? അതാണ് എൻ്റെ പേടി. ഞാൻ എൻ്റെ ഇടവകയിൽ നിന്ന് വരുമ്പോൾ അപ്പുറത്തെ ഇടവകയിൽ ഞാൻ ഇരിക്കുകയായിരുന്നു, അപ്പുറത്തെ വലിയ കലൂര്. ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫറായി പോരുമ്പോൾ ഒരു ടീച്ചറായിരുന്നു അമ്മച്ചി കരഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത്, ഇനി എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആരോട് പറയും? അവരടുത്താണ് താമസിക്കുന്നത്, അവർക്ക് ഇങ്ങോട്ടൊന്ന് വന്ന് പറഞ്ഞാൽ മതി. പണ്ട് പള്ളി ഇവിടെ വരുമ്പോൾ പറയാറുണ്ട്. അതല്ല പ്രശ്നം, അവരുടെ മകൻ ഒരു 10-40 വയസ്സുള്ള മകനാണ്. ആ മകന് ഓട്ടിസവും എപ്പിലെപ്സിയും എല്ലാം കൊണ്ടൊരു രോഗമാണ്. അപ്പോൾ ആ മകനെ ഇവരെയാണ് പിടിച്ചുകൊണ്ട് ബാത്റൂമിൽ കൊണ്ടുപോകുന്നത്, 40 വയസ്സുകാരനാണ് ഇപ്പോഴും. എന്നോട് ചോദിക്കണമെന്ന് വെച്ചാൽ, അത് എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ മകനെ എന്ത് ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, കർത്താവ് അതിനൊരു മാർഗം കണ്ടിട്ടുണ്ട് അമ്മച്ചി എന്ന് പറഞ്ഞു. കാര്യം എനിക്ക് പറയാമല്ലോ, ഞാനാണല്ലോ പറയേണ്ടത്. എന്താ കാര്യം? കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ആളല്ലേ, അപ്പം ഞാനല്ലേ അതിന് മറുപടി. ജനങ്ങളുടെ വേദനകൾക്കെല്ലാം മറുപടി പറയേണ്ടത് ഒരു ബാധ്യത എനിക്കുണ്ട്. ആ അഭിഷേകം അതിനുവേണ്ടിയാണ് ഈ പട്ടം ഏറ്റിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് അതിനൊരു മറുപടി കണ്ടിട്ടുണ്ട് അമ്മച്ചി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് നീ മറുപടി കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരിക്കണം. എന്താ കാര്യം? നിൻ്റെ നാമത്തിലല്ലേ പറയണത്. അപ്പോൾ കൊറോണ വന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കത്ത് വന്നു, ഒരു ഫോൺ വന്നു, അവൻ മരിച്ചു പോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ നന്ദി. എന്താ കാര്യം എന്നറിയാമോ? നന്ദിയേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ആ ടീച്ചർ മരിച്ചാൽ അവനെ നോക്കാൻ ആരുമില്ല. അപ്പം അതുകൊണ്ട് കർത്താവ് ഒരു തീരുമാനമെടുത്തു. പക്ഷെ അത് ഓർക്കുമ്പോൾ കർത്താവേ, അങ്ങനെ ഒരു അന്തിമ തീരുമാനമേ ഉള്ള ഈശോയെ. അപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായി, ഇത് ആഴ്ച 2 സാക്ഷ്യമുണ്ടായി. എപ്പിലെപ്സിയും ഓട്ടിസവും ഒരുമിച്ചുള്ള കുട്ടി. അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു പോയി. പക്ഷെ വീട്ടിൽ ചെന്നപ്പോൾ പതുക്കെ അവൻ്റെ ലക്ഷണം മാറി. അച്ഛനെ കണ്ടില്ല അവർ, പക്ഷെ അവിടെ കുഞ്ഞിൻ്റെ ലക്ഷണം മാറി. അവൻ സംസാരിക്കത്തില്ലായിരുന്നു, അവൻ സംസാരിക്കാൻ തുടങ്ങി. അവൻ സ്വന്തം കാര്യമൊന്നും ചെയ്യത്തില്ലായിരുന്നു, അവനെല്ലാം സ്വന്തം കാര്യം പതുക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഉടമ്പടി തന്നെ ആ എപ്പിലെപ്സിനെ എടുത്തു മാറ്റി, ആ ഓട്ടിസത്തെ ഹൈപ്പർ ആക്ടിവിറ്റിയാണ് എടുത്തു മാറ്റി. എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഇതാണ്, ഉടമ്പടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രസൻസാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഫസ്റ്റ് ദൈവത്തിൻ്റെ പ്രസൻസാണ്. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയണത്. നിൻ്റെ കൂടെ വരുമെന്ന് പറയുന്നത് അത് നിൻ്റെ ഭാരങ്ങൾ വെറുതെ ചുമ്മാ കാണാൻ പറഞ്ഞതല്ല, നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കാനാണ് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ഭാരങ്ങളെ ഏറ്റെടുക്കണം ദൈവമേ. എൻ്റെ കുടുംബത്തിലുള്ള നാനാജാതി രോഗങ്ങളെ, നാനാജാതി തകർച്ചകളെ, മക്കളില്ലാത്ത അവസ്ഥകളെ, ഉള്ള മക്കൾക്ക് തെറ്റായ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന തിന്മയുടെ ബന്ധങ്ങള്, എല്ലാം മ്ലേച്ഛതകള് യേശുവിന്റെ രക്തത്താൽ ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥത്തില് കഴുകപ്പെടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരെ, അങ്ങോട്ട് പോകാൻ പോകുന്നവരെ, അതിൻ്റെ കുരുക്കുകളിൽ പെട്ടിരിക്കുന്നവരെ, അതിൻ്റെ രേഖകളിൽ ലഭ്യമല്ലാത്തവർ. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് അവരുടെ രേഖകൾ വിത്തുകളുടെ പോയെല്ലാം
അപ്പോൾ കോവിഡ് കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന സമയമാണ്. അതായത് 1.5 കൊല്ലം കിട്ടേണ്ട രേഖകൾ ഇവർ ചെല്ലാൻ വേണ്ടി ഓരോ ഓഫീസിലും അന്ന് മാത്രം പ്രസൻ്റ് ആയിട്ടുള്ള ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ, അന്ന് മാത്രം പ്രസൻ്റ് ആയിട്ടുള്ള LD ക്ലർക്കുകൾ, UD ക്ലർക്കുകൾ, ഇവർക്ക് വേണ്ടി മാത്രം മാതാവ് പ്രസൻ്റായിക്കൊണ്ടിരിക്കുക. ആ ദിവസങ്ങളൊന്നും അവർ ലീവാണ്. ഇവർ ചെല്ലുമ്പോൾ അവരുണ്ട്. ദാറ്റ് മീൻസ് 1.5 കൊല്ലം കിട്ടേണ്ട കാര്യങ്ങളാണ് 1.5 ആഴ്ച കൊണ്ട് സെറ്റാക്കി അമ്മ അവരെ പാക്ക് ചെയ്യണത്. എൻ്റെ മക്കളെ, എല്ലാ കാര്യങ്ങളിലും കണ്ണിൽ എണ്ണ ഒഴിച്ചെന്ന പോലെ ദൈവം നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. ആ നിങ്ങൾ ദൈവത്തിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ കൂടുതൽ വിശ്വസ്തയോടെ ഉടമ്പടി അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യത്തിനെ ഏറ്റുപറയാൻ എന്നെയും തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവർ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അച്ഛൻ ഇതുവരെ അനൗൺസ് ചെയ്യാത്ത രോഗങ്ങൾ, വാതരോഗങ്ങളായിക്കൊള്ളട്ടെ, മസ്തിഷ്കത്തിൻ്റെ രോഗങ്ങളായിക്കൊള്ളട്ടെ, ശരീരത്തിലുണ്ടാകുന്ന മുഴകളായിക്കൊള്ളട്ടെ, ബ്രസ്റ്റിൻ്റെ മുഴകളായിക്കൊള്ളട്ടെ, തൈറോയിഡ്, ടോൺസൈറ്റ് രോഗങ്ങൾ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഉണ്ടാകുന്ന വ്യത്യസ്തമായ രോഗങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധയുടെ മധ്യസ്ഥ സമർപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ 2 കൈയും നെഞ്ചത്ത് പിണച്ച് വെക്കണം. എന്നെ ശ്രമിക്കുന്ന ഓൺലൈനിലുള്ളവരും ഈ ധ്യാനം ഏത് കാലത്താണ് കൂടുന്നത്, അവിടെയും ഈ ധ്യാനം ആ സമയത്തും ഇത് കർത്താവ് എൻ്റെ അനുഭവം അവർക്കുണ്ടാകാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടുന്നു. അമ്മയെ പരിശുദ്ധമ്മ അനേകം മക്കൾ ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. മുടി കൊഴിയുന്ന മക്കൾ തൊട്ട് നഖം കെട്ടുപോകുന്ന മക്കൾ വരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആന്തരികമായ അവയവങ്ങൾ, ഓരോരോ അവയവങ്ങൾ രോഗം കണ്ടുപിടിക്കാത്തവർ, മരുന്ന് ഒന്നിനു വരെ ഒന്നായിട്ട് കഴിച്ചിട്ടും പിടിക്കാത്തവർ, അതേസമയം തന്നെ ഇപ്പോഴും ഉടമ്പടിക്ക് ആശീർവാദം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശുപത്രി ഇരിക്കുന്നവർ, ഓപ്പറേഷനിൽ വിധേയമാകാൻ പോകുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞു പോയവർ, കർത്താവ് മണിക്കൂറിൽ എണ്ണി പറഞ്ഞിരിക്കുന്നവർ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകളിലും കർത്താവെ വിഷമം അനുഭവിക്കുന്നവർ, സ്ഥലം വിറ്റുപോകാത്തവർ, കെട്ടിടം വിറ്റുപോകാത്തവർ, സ്ഥലം വാങ്ങിക്കാൻ പറ്റാത്തവർ, അതുപോലെ തന്നെ കർത്താവ് പാടശേഖരങ്ങൾ കൃഷി ഇറക്കിയിട്ട് ഫലം കിട്ടാത്തവരെ, പലതരത്തിലുള്ള തർക്കങ്ങൾ, വഴക്കുകൾ, വിദ്വേഷം കൊണ്ട് സ്വന്തം സ്ഥലം കൈമോശം വന്നു പോണവർ, വഴിയില്ലാത്തവർ, കർത്താവെ എല്ലാ തരത്തിലും വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടാത്തവർ, കെടുവെള്ളം കയറിക്കിടക്കുന്നവർ, പ്രളയബാധിതരായിട്ടുള്ള മക്കൾ, എങ്ങനെ എന്തെല്ലാം തരത്തിൽ കർത്താവെ ഡിലാപ്പിഡേറ്റഡ് ആയിട്ടുള്ള ഭവനങ്ങളുള്ളവർ, ജീർണ ഭവനങ്ങൾ, അത് താമസിക്കാൻ പറ്റാത്തവർ, ഇടുങ്ങിയ കോലം കെട്ടിയ ഭവനങ്ങളുള്ളവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. ഇന്ന് വരെ എടുത്തിട്ടുള്ള ഉടമ്പടിയുടെ മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുനീര് കർത്താവ് പൂർണ്ണമായി ഏറ്റെടുത്ത് സാക്ഷികളാക്കി മാറ്റട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കരയില്ലേ ഒരുമിച്ച് എല്ലാവരും? ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും സ്വകാര്യതയുണ്ടെങ്കിൽ മൗനമായി അമ്മയ്ക്ക് സമർപ്പിക്കുക. കണ്ണടച്ച് കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് മൗനമായി നിങ്ങളുടെ സ്വകാര്യ സങ്കടങ്ങളെ ഇപ്പോഴും ആരാധനയെ സമർപ്പിക്കുക.
ബ്രസ്റ്റിലെ ക്യാൻസർ രോഗികളെ അവരുടെ ബ്രസ്റ്റ് തൊട്ട് തന്നെ പ്രാർത്ഥിക്കേണ്ടതാണ്. അവർക്ക് സൗഖ്യപ്പെടാൻ സാക്ഷ്യം പറയാൻ കഴിയുമെന്ന് ഈശോ പറയുന്നു. ശരീരത്തിൽ ചുവന്ന് തൊടുത്തൊക്കെ വരുന്ന ആൾക്കാരെ കാണിക്കുന്നുണ്ട് ഈശോ. അവരെല്ലാം കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൊറിച്ചിലും അതുപോലെ തന്നെ കടിച്ചിലൊക്കെ ഉള്ള ആൾക്കാരെ കർത്താവിന് തിരുരത്തം തൊട്ട് കഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കക്ഷം പൊക്കാൻ പറ്റാത്ത കക്ഷത്തിൽ കുരുവുള്ളവരെ അവരെല്ലാം ഇപ്പോഴും തൊട്ട് സുഖപ്പെടുത്തുന്ന കർത്താവ് സുഖപ്പെടുത്തുന്ന സമയങ്ങളാണ്. കർത്താവിന് തിരുരക്തം, കർത്താവിന് കുരിശുരൂപം, കർത്താവിൻ്റെ കൈ വിരിച്ചുള്ള പീഡിത രൂപത്തെയാണ് ഈ രോഗങ്ങളെല്ലാം സമർപ്പിക്കേണ്ടത്. കർത്താവിൻ്റെ പീഡാനുഭവത്തോട് നിങ്ങളുടെ രോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന. മുട്ട നിൽക്കുക, നമുക്ക് ആശീർവാദം മേടിക്കാം. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് ദിവ്യകാരുണ്യ സന്നിധിയില് നമുക്ക് സമർപ്പിക്കാം. നമ്മളിപ്പോഴേ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ അകുലതകളും കൃപാസനത്തിന് പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് പറയാം. ഞങ്ങളെല്ലാവരെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ ജീവിത മേഖലകളെയും നീ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം കിട്ടുക മാത്രമല്ല, അത് അനുഭവിക്കാനുള്ള വലിയ യോഗ്യതയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കൂടെ വന്ന് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് പ്രകടമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,